ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരി. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളശ്ലോകം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. 99-ാമത്തെ ശ്ലോകം. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരതേ ഹൃദേ പാതിവൃത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിതപശുപാശവ്യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ത്വദ്ഭജനവാൻ നിന്തിരുവടിയുടെ ഉപാസകന്മാർ, അതായത് ദേവിയുടെ ഉപാസകന്മാരായിട്ടുള്ളവരെ സരസ്വതി ദേവിയോടും ലക്ഷ്മി ദേവിയോടും കൂടി വിധിഹരി സപത്നഃ ബ്രഹ്മാവിനോടും, അതായത് സരസ്വതി ദേവി ബ്രഹ്മാവിൻ്റെ പത്നിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ബ്രഹ്മാവിനോടും ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ പത്നി, മഹാവിഷ്ണുവിനോടും മത്സരിക്കുന്നവനായിട്ട് ആര്? ഈ ഉപാസകൻ മത്സരിക്കുന്നവനായിട്ട് ദേവിയുടെ ഉപാസകനെ പറ്റി പറയുകയാണ്. വിഹരതേ അങ്ങനെ ക്രീഡിക്കുന്നു എന്ന് പറഞ്ഞാൽ മത്സര ബുദ്ധിയോടെ അമ്മയെ പ്രാർത്ഥിക്കുന്നു എന്ന്. വിദ്യ കൊണ്ട് സരസ്വതീപതിയായിട്ടും സമ്പത്ത് കൊണ്ട് ലക്ഷ്മീപതിയായിട്ടും ആനന്ദിക്കുന്ന രമ്യേണ ആ സൗന്ദര്യമേറിയ വപുഷ ശരീരം കൊണ്ട് രതേഹെ രതീദേവിയുടെ പാതിവൃത്യം പുരുഷാന്തര ആസംഗരൂപവ്രതത്തെ ശിഥിലേതി, അതായത് ദുർബലമാക്കുന്നു എന്ന്. അതായത് രതീദേവി പാതിവൃത്യം കൊണ്ട് കീർത്തി കേട്ടവരാണ്, അതുകൊണ്ട് അതിനെ പോലും ശിഥിലമാക്കുന്നു എന്ന് പറയുന്നു. ക്ഷപിത പശുപാശവ്യതികര അനാദിയായ അവിദ്യാബന്ധത്തെ നശിപ്പിച്ചവനായി ചിരഞ്ജീവനേവ വളരെ കാലം ജീവിച്ചിരിക്കുന്നവയായിട്ട് തന്നെ പരാനന്ദാഭിക്യം പരമാനന്ദം എന്നു പേരോടുകൂടിയ രസം ആ സുഖത്തെ രസയതി അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഈ ദേവിയുടെ ഉപാസകന് കിട്ടുന്ന ആനന്ദത്തെ പറ്റിയാണ് പറയുന്നത്. ദേവിയുടെ ഉപാസകന് എല്ലാം നേടാൻ സാധിക്കും എന്ന് ഇതിൻ്റെ താല്പര്യം, ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. ദേവിയെ ഉപാസിച്ചാൽ ലക്ഷ്മി ദേവിയുടെ തരുന്ന സമ്പത്തും സരസ്വതി ദേവി തരുന്ന വിദ്യയും കവിത്വവും എല്ലാം നേടാൻ പറ്റും. രതീദേവിയുടെ പാതിവൃത്യവ്രതവും ശിഥിലമാകുമ്പോന്നാണ് പറയുന്നത്, അത് കുറഞ്ഞു പോകും. അതായത് ഈ ദേവിയുടെ ഉപാസകനായാൽ എന്ന് അതിനേക്കാളും കേമമായിട്ടിരിക്കും എന്നർത്ഥം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ ഉപാസകൻ ബ്രഹ്മദേവനോടും വിഷ്ണു ഭഗവാനോടും മത്സരിക്കുന്നവനായിട്ട് സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് വിഹരിക്കുന്നു. അതായത് ഭഗവാൻ അവരെ പ്രാർത്ഥിച്ചില്ലെങ്കിലും കൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഈ ദേവികൾ തരുന്ന ഗുണങ്ങളെല്ലാം കിട്ടും എന്നർത്ഥം. അതിസുന്ദരമായ ശരീരത്താൽ കാമപത്നിയായ രതീദേവിയുടെ പാതിവൃത്യനിഷ്ഠയെ ദുർബലമാക്കും ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് ആ ഏറ്റവും പാതിവൃത്യനിഷ്ഠയുള്ള ആ രതീദേവിയുടെ ആ പാതിവൃത്യനിഷ്ഠയെ പോലും ദുർബലമാക്കുന്നു, പറഞ്ഞാൽ ശിഥിലമാക്കുന്നു. അതായത് ഈ ഉപാസകന് അതിനേക്കാളും വലിയ ഗുണം കിട്ടും എന്നർത്ഥം. ജീവാത്മാവിന് അനാദിയായിട്ടുള്ള അവിദ്യാബന്ധത്തെ നശിപ്പിച്ച്, അതായത് മായാബന്ധത്തെ അവിദ്യാബന്ധത്തെ നശിപ്പിച്ച് നമ്മുടെ ജീവാത്മാവിനെ ചേരാത്തതാണ് അവിദ്യ. ആ അവിദ്യാബന്ധത്തെ നശിപ്പിച്ച് നമ്മൾ ഭഗവതിയോട് ചേരണം. അനവധി കാലം ജീവിച്ചിരുന്നു കൊണ്ട് അവിദ്യാബന്ധത്തെയെല്ലാം നശിപ്പിച്ച്, അതായത് ആവരണം എന്നൊക്കെ പറയുന്ന ഓരോരോ ഇതുണ്ട് നമുക്ക്, അതിൽ നിന്നെല്ലാം മുക്തരായിട്ട് നമ്മൾ അവിദ്യാബന്ധത്തെയെല്ലാം നശിപ്പിച്ചിട്ട് വളരെ കാലം ജീവിച്ചിരുന്നു കൊണ്ട് നിരതിശയ ആനന്ദമെന്ന സംജ്ഞയോടു കൂടി സുഖത്തെ അനുഭവിക്കുന്നു എന്നാണ്. ദീർഘകാലം സുഖത്തെ അനുഭവിച്ചുകൊണ്ട് പിന്നെ മോക്ഷവും പ്രാപിക്കാം എന്നാണ്
ഈ ഭഗവതിയെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്ന് ആണ് ഇവിടുത്തെ വ്യംഗ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേന സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.